ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ രുചികരമായ ഒരു പൊട്ടാറ്റോ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സാധനമാണല്ലോ നമ്മുടെ ഈ പൊട്ടാറ്റോ ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അധികം എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇങ്ങനെ മുക്കി പൊരിച്ചെടുക്കുകയാണല്ലോ ചെയ്യുക. ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഇതേപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കനത്തിലാണ് കേട്ടോ, ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ കുറച്ച് കനത്തിൽ മുറിച്ച് വെക്കണം. അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 2-3 വറ്റൽമുളക്, കുറച്ച് കുരുമുളകിൻ്റെ മണി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി കേട്ടോ, അത് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഉപ്പ് ഇതിൽ ചേർത്തിരിക്കുന്നത് ഇതൊന്ന് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ മുളകൊക്കെ പൊടിക്കണതിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ കഷ്ണങ്ങളിലേക്ക് നോക്കി ചേർത്താൽ മതി. എരിവ് കുരുമുളക് കുറച്ചെടുക്കുന്നത് നല്ലത് തന്നെ കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എരിവുണ്ടാവും. ഉണക്കമുളകും എല്ലാം കൂടി ചേർക്കുമ്പോൾ കുറച്ച് എരിവ് കൂടുതലുള്ളൊരു ഫ്രൈ ആണിത്. വേറെ ഒരു കറി ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കണം. സവാള നല്ലോണം കളറ് മാറേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ കൂടെ ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ടല്ലേ നമ്മൾ ഫ്രൈ ആക്കണം. അപ്പോൾ ഉള്ളി കരിയാൻ പാടില്ല. അപ്പോൾ ഉള്ളിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒന്ന് പച്ചമണം മാറേണ്ട ആവശ്യമുള്ളൂ. നല്ലോണം മൂത്ത് വരരുത് ഉള്ളി. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. തീ നല്ല കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഉള്ളി ഇങ്ങനെ കരിഞ്ഞ് വരും കേട്ടോ. കാരണം ഉരുളക്കിഴങ്ങ് നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളി ഇങ്ങനെ കരിയുള്ളൂ നമ്മൾ ഗ്യാസൊക്കെ കൂട്ടി വെച്ചാൽ. അപ്പോൾ കുറച്ച് വെച്ചിട്ട് വേണം ഇത് പതുക്കെയാണ് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. നല്ലോണം ഗ്യാസ് കൂട്ടി വെച്ചാൽ ഒന്നിച്ച് കരിയുള്ളൂ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മുളക് പൊടിയൊക്കെ ചതച്ച് വെച്ചാൽ ഉപ്പിട്ടിട്ടുണ്ടല്ലോ. അതിന് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കരിയാൻ പാടില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കണം നമ്മുടെ മുളക് പൊടി കുരുമുളകിൻ്റെ എല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കണം. അത്രയേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് അധികം ഉടഞ്ഞു പോരുത്. നല്ല പാകത്തിന് വെന്ത് വന്നിട്ട് കേട്ടോ. ഇത്ര വേവാനേ പാടുള്ളൂ, നല്ലോണം ഉടയേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ കുറച്ച് കനത്തിൽ മുറിക്കണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ രാവിലെ കുട്ടികൾക്കൊക്കെ ചോറ് കൊണ്ടുപോകുമ്പോൾ കുറച്ച് മോരും ഇതേപോലെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കഴിക്കാൻ നല്ല രുചിയുള്ളതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് കുരുമുളകിൻ്റെയൊക്കെ അളവ് കുറയ്ക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ കപ്പൽ മുളക്, നമ്മുടെ ഉണക്കമുളക് ഉണ്ടല്ലോ, അതും കുറച്ചിട്ട് ഇട്ടാൽ മതി. പക്ഷേ അത്ര എരിവുണ്ടാവില്ല കേട്ടോ. കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇങ്ങനെ കൂടി നിന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സ്. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ദിവസേന കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പീസുമായി നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ.